2025 ജൂലൈ 1 കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ബ്രഹ്മോസ് സായുധ യുദ്ധക്കപ്പലിന്റെ പേര് INS തമാൽ. റഷ്യൻ സഹകരണത്തോടെയുള്ള ഭീമൻ യുദ്ധക്കപ്പലിന്റെ 26% ഭാഗങ്ങളും ഇന്ത്യയിലാണ് നിർമ്മിച്ചത്. കടലിലും കരയിലും ലക്ഷ്യമിടാനാവുന്ന ബ്രഹ്മോസ് ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും ഇതിലുൾപ്പെടുന്നു. ആഴക്കടൽ സൈനിക നീക്കത്തിന് അനുയോജ്യമാകും വിധമാണ് കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. റഷ്യയുടെ തീരദേശ നഗരമായ കിലിൻഗ്രാഡിലെ യാന്തർ കപ്പൽശാലയിലാണ് തമാൽ നിർമ്മിച്ചത്. ഭാവിയിൽ നാവികസേനയ്ക്ക് ആവശ്യമായ കപ്പലുകളെല്ലാം ഇന്ത്യയിൽ തദ്ദേശീയമായാവും നിർമ്മിക്കുക. അതിനാൽ ഇന്ത്യ അവസാനമായി ഇറക്കുമതി ചെയ്യുന്ന യുദ്ധക്കപ്പലായി INS തമാൽ. റഷ്യയിൽ നിന്നുള്ള 8ാമത്തെ ക്രിവാഗ് ക്ലാസ് യുദ്ധക്കപ്പലാണ് INS തമാൽ. തുഷിൽ ക്ലാസിലെ 2ാമത്തെ കപ്പലുമാണിത്. ആദ്യത്തെ INS തുഷീൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തിരുന്നു. തുഷീൽ ക്ലാസിനായി റഷ്യയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഗോവ ഷിപ്പ്യാർഡിൽ INSS ത്രിപുത് ക്ലാസിൽപ്പെട്ട 2 യുദ്ധക്കപ്പലുകൾ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. ഇതോടെ 4 വ്യത്യസ്ത ക്ലാസുകളിലായി 10 യുദ്ധക്കപ്പലുകൾ നാവികസേനയുടെ ശേഖരത്തിലെത്തും. 125 മീറ്റർ നീളവും 3900 ടൺ ഭാരവുമുള്ള ഈ യുദ്ധക്കപ്പലിന് മാരകമായ പ്രഹരശേഷിയുണ്ട്. ലംബമായി വിന്യസിക്കാൻ കഴിയുന്ന ഉപരിതല വായു മിസൈലുകൾ, ആധുനിക 100 mm തോക്ക്, ഹെവി വെയ്റ്റ് ടോർപിഡോകൾ, അന്തർവാഹിനി റോക്കറ്റുകൾ, നിരീക്ഷണ റഡാറുകൾ തുടങ്ങിയവ കപ്പലിലുണ്ട്. ആധുനിക ആശയവിനിമയ ഡാറ്റ ലിങ്ക് സംവിധാനങ്ങൾ, നാവിഗേഷൻ ഉപകരണങ്ങൾ എന്നിവയും കപ്പലിലുണ്ട്. ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, കെൽട്രോൺ, ടാറ്റയുടെ നോവ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം, എൽകോം മറൈൻ, ജോൺസൺ കൺട്രോൾസ് ഇന്ത്യ തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ പ്രോജക്റ്റുമായി സഹകരിച്ചിട്ടുണ്ട്. താങ്ക്